ഇപ്പം ഒരു ഇലക്ഷൻ കാലമായിരുന്നല്ലോ. ഞാനിത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഇലക്ഷൻ്റെ റിസൾട്ട് നിങ്ങൾ അറിയുകയോ അല്ലെങ്കിൽ അറിയുന്ന ഒരു ഇതിലേക്ക് വരും. അപ്പം ഇതിന് കുറച്ചുകൂടെ പ്രസക്തിയുണ്ട് ഈ വീഡിയോയ്ക്ക്. ഇലക്ഷൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ എന്തെല്ലാം നമ്മൾ വെറും സാധാരണക്കാരെ വോട്ട്, പൗരാവകാശം, ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വോട്ട് ചെയ്തിട്ട് വരും. നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ കർത്തവ്യമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ അല്ല തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ നടക്കുന്ന ചരടുവലികൾ, കുതികാൽ വെട്ടലുകൾ, ചതി, വഞ്ചന തുടങ്ങിയ ഒത്തിരി 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 കലാപരിപാടികളുണ്ട്. രാഷ്ട്രീയപരമായിട്ട്, മതപരമായിട്ട്, ജാതീയമായിട്ട്, സ്ത്രീ, അതുപോലെ മറ്റേ സംവരണം, പിന്നാക്ക സമുദായം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്നതും വേല വയ്ക്കുന്നതും അവസാന നിമിഷത്തിൽ കാലുമാറുന്നത്, ഒരു പാർട്ടിയിൽ അതുവരെ പ്രവർത്തിച്ചിരുന്ന ആൾ അടുത്ത പാർട്ടിയിലേക്ക് പോകുന്ന, അവിടുന്ന് വേറെ കുറെ പേരെ വലിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുന്നത്, ഇങ്ങനെ ഈ ഇലക്ഷൻ സംബന്ധമായിട്ട്, രാഷ്ട്രീയ സംബന്ധമായിട്ട് നടക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും ആദ്യം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഓർമ്മ വരുന്ന പഞ്ചവടിപ്പാല. പക്ഷേ ഈ പഞ്ചവടിപ്പാലം വരുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ 1966 സ്ഥാനാർത്ഥി സാറാമ്മ എന്ന പേരിലൊരു പടം വന്നിട്ടുണ്ട്. 1966 അത് മുട്ടത്ത് വർക്കിയുടെ ഒരു നോവലുണ്ടായിരുന്നു. 65 അതിന് തൊട്ട് മുമ്പിലത്തെ വർഷം വന്നതാണ് പഞ്ചായത്ത് വിളക്ക് എന്ന് പറഞ്ഞൊരു നോവൽ ഉണ്ടായിരുന്നു. ശരിക്കും അതൊരു റിയലിസ്റ്റിക് ആയിട്ടാണ്, മറ്റേ പഞ്ചവടി പാലത്തിലെ പോലെ ഒരു കാരിക്കേച്ചർ അല്ലെ കാർട്ടൂൺ സ്വഭാവത്തിലല്ല ക്യാരക്ടേഴ്സിനെയും സംഭവങ്ങളും വർക്ക് ചെയ്തിരിക്കുന്ന, വളരെ റിയലിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ഈ സ്ഥാനാർത്ഥി സാറാമ്മ. വളരെ രസമായിട്ട് എടുത്തിരുന്ന, വളരെ നന്നായിട്ട് വന്ന ഒരു പടം. ജയമാരുതി പിക്ചേഴ്സിന്റെ ബാനറിൽ ടി വാസുദേവൻ സാറ് എടുത്താണ്. സംവിധാനം ചെയ്തത് KS സേതുമാധവൻ സാറാണ്. എനിക്ക് KS എന്ന് പറയാൻ കാര്യം, പെട്ടെന്ന് പറയുമ്പോൾ KS സേതുമാധവൻ എന്ന് പറയുമ്പോൾ പലരും K മാത്രമേ കേൾക്കുന്നുള്ളൂ, S കേൾക്കാറില്ല. അപ്പോൾ K സേതുമാധവനോ എന്നും പറഞ്ഞ് ചില ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് KS സേതുമാധവൻ ഞാൻ എടുത്തു പറഞ്ഞു. KS സേതുമാധവനാണ് സംവിധാനം ചെയ്ത്. മുട്ടത്തുവർക്കിയുടെ കഥ ഞാൻ പറഞ്ഞല്ലോ. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, സംഭാഷണം ചെയ്തിരിക്കുന്നത് SL പുരം സദാനന്ദനാണ്. ഒരിക്കൽ ഭരണത്തിൽ, അധികാര കേന്ദ്രത്തിൽ, അധികാര കസേരയിൽ കയറി കഴിഞ്ഞാൽ, അതിൻ്റെ മാധുര്യം നുണഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ അതിൻ്റെ സർവ്വസുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത്, അല്ലെ ഇറങ്ങിക്കൊടുക്കാനായിട്ട് ഒട്ടും മനസ്സ് കാണിക്കുകയില്ല. പക്ഷെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, വർഷങ്ങൾ നീണ്ടു കഴിയുമ്പോൾ, 10, 18, 20 കൊല്ലമൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നിട്ട് അവിടെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഗാന്ധി ജയന്തിക്ക് മൊട്ടായി വിതരണമൊക്കെ നടത്തിയ പാർട്ടി, ഡിഗ്രി കഴിഞ്ഞിട്ടും പുള്ളി തന്നെയായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട്, അതായത് അത്രയും നീണ്ട വർഷം ഇങ്ങനെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഈ പടത്തില് ഇലക്ഷൻ ഒരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായി. അപ്പം പുള്ളിയുടെ പേര് തോന്നിയോടത്ത് തോമസ് മുതലാളി എന്ന് പറയുന്ന ഒരാളുണ്ട്. തോന്നിയോടത്ത് തോമസ് മുതലാളി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് GK പിള്ളയാണ് ആ വേഷം ചെയ്തത്. അതിമനോഹരമായിട്ട് ചെയ്തിരുന്നതാണ്. നല്ല സമ്പന്നനാണ് ഇയാൾ. അല്പം അഹങ്കാരമുണ്ട്, എന്താ ബൂസ്റ്റിംഗ് സ്വഭാവം ഉണ്ടല്ലോ, പൊങ്ങച്ചം പറയുക, അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഇയാളുടെ അപ്പൻ തന്നെ വളരെ ധനികനായിരുന്നു. ഇയാൾ തൻ്റെടിയായിരുന്നു, ചട്ടമ്പിയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ചട്ടമ്പിയായിരുന്നു. പുള്ളി എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുക എവിടെ പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയിടത്തേക്കാടാ ഞാൻ പോകുന്നത് എന്ന് പറയുമായിരുന്നു. അങ്ങനെ പലരോടും പറഞ്ഞ് പുള്ളിയുടെ പേര് തോന്നിയോടൻ എന്നായി. തോന്നിയടത്ത് എന്ന് പറഞ്ഞൊരു പേര് വന്നു. അങ്ങനെയാണ് ഇയാൾക്ക് ഈ തോന്നിയടത്ത് തോമസ് മുതലാളി എന്നുള്ള പേര് വരുന്നത്. ഇയാള് വൺസ് ഇതിൽ അധികാര കസേരയിൽ കയറി വർഷങ്ങളായി. അവിടെ ഇലക്ഷൻ നടക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ഷൻ വരാറായപ്പോഴത്തേക്കും, തെരഞ്ഞെടുപ്പ് വരാറായപ്പോഴത്തേക്കും പുള്ളിയുടെ പേരിൽ ഒത്തിരി അഴിമതികളും കുഴപ്പങ്ങളും ഒക്കെ വന്നു. അപ്പം ഇനി ഇലക്ഷന് നിന്നാൽ കുഴപ്പമാണ് എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി നിൽക്കണ്ട എന്ന് തീരുമാനിക്കും. പക്ഷെ അധികാരം വിടാനായിട്ട് പുള്ളിക്ക് താല്പര്യമൊട്ടില്ലതാണ്. പുള്ളി പലരെയായിട്ട് പല വാർഡുകളിൽ, ഈ ഇലക്ഷന്റെ മൊത്തം, ഭാരതം മുഴുവൻ നടക്കുന്ന ഇലക്ഷന്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്ന പോലെ ഇതൊരു പഞ്ചായത്തിലേക്ക് ഒതുക്കിക്കൊണ്ട്, അവിടുന്ന് ഒരു 7ാം വാർഡ് എന്ന് പറഞ്ഞ ഒരു വാർഡിലേക്ക് മാത്രമായിട്ട് ചുരുക്കിക്കൊണ്ടാണ് ഇതിലെ ഈ ഇലക്ഷന്റെ മൊത്തം സംഭവങ്ങൾ പറയുന്നത്. വളരെ രസമായിട്ട് SL പുരവും മുട്ടത്തുവർക്കിയും കൂടെ ചെയ്തിട്ടുണ്ട്. വളരെ രസമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അത് അങ്ങനെ ഇയാള് ഈ GK പിള്ള, അതായത് തോന്നിയടൻ എന്ന് പറയുന്ന
ആള് ഇലക്ഷൻ വരുമ്പോൾ പുള്ളി നോമിനി ഒന്നും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ പുള്ളിയുടെ ശിങ്കിടികളെ ആയിരിക്കും പുള്ളി എല്ലാ വാർഡിലും മത്സരിപ്പിക്കുന്നത്. പുള്ളി അതിനുവേണ്ടി കണ്ടമാനം പൈസ മുടക്കും. ഈ മുടക്കുന്ന പൈസ അതിന്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ള പുള്ളിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്, ലാഭമുള്ള ബിസിനസ്സാണ് പുള്ളിയെ സംബന്ധിച്ച്. പൈസ മുടക്കിയിട്ട് പുള്ളി ആൾക്കാരെ ശിങ്കിടികളെ നിർത്തി അവിടുന്ന് ജയിപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഈ തോന്നിയോടൻ എന്ന് പറയുന്ന പാർട്ടി ഇലക്ഷൻ ഇല്ല എന്നറിയുമ്പോൾ എതിർ ചേരിയിൽപ്പെട്ടവര് തോന്നിയോടൻ വേറൊരാളെ അവിടെ ഇലക്ഷൻ നടത്താനായിട്ട് തീരുമാനിക്കുകയും ഒട്ടും താല്പര്യമില്ലാതിരുന്ന, ഞാൻ കഥാപാത്രത്തിന്റെ പേര് പറയാം, പ്രേം നസീർ അഭിനയിക്കുന്ന കഥാപാത്രം. പ്രേം നസീറിനെ പുള്ളിക്ക് ഇതിൽ നിൽക്കാനായിട്ട്, ഇലക്ഷൻ നിൽക്കാനായിട്ട് താല്പര്യമില്ല, പുള്ളി എന്നെക്കാളും സമർത്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്, എനിക്ക് ഭരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പുള്ളിയുടെ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അപ്പൻ ശങ്കരാടിയാണ്, ആറു പിശുക്കനും എന്നാൽ ഇച്ചിരി ഇതുണ്ട്, പൊങ്ങച്ചൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, വലിയ ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്, പിശുക്കനാണ്. പുള്ളിയുടെ ഭാര്യയുണ്ട്, പങ്കജവല്ലിയാണ് ആ വേഷം ചെയ്തത്. പിന്നെ ഒരു സഹോദരിയുണ്ട്. അത് ശോഭ എന്ന് പറഞ്ഞ ഒരു പഴയകാല നടിയുണ്ട്. നമ്മുടെ ശോഭനയല്ല, അതായത് മണിച്ചിത്രത്താഴ് ശോഭനയൊന്നുമല്ല, ബേബി റോജാരമണിയല്ല, അല്ലാണ്ട് ഏകാകിനിയിലൊക്കെ വന്ന ശോഭനയല്ല, അതിനൊക്കെ മുമ്പുണ്ടായിരുന്നൊരു ശോഭനയുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളുടെ, അധികം ഈ പെങ്ങൾ വേഷത്തിലൊക്കെ വന്നിരുന്നതാണ്. ആ ശോഭനയാണ് ഈ നസീറിന്റെ പെങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അപ്പനും അമ്മയും പെങ്ങളും നസീറും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം, ഒരു കർഷക കുടുംബമാണ്. നല്ല സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പൻ ശങ്കരാടി ഭയങ്കര പിശുക്കനാണ്. അപ്പോൾ അവിടെ ഇയാൾ വന്നിട്ട്, ഇയാളുടെ ഒരു അധ്യാപകനും എല്ലാവരും കൂടെ ഒക്കെ ചേർന്ന് ഈ നസീറിനെ മത്സരിപ്പിക്കാനായിട്ട് അവിടെ വരും. നസീറിന് താല്പര്യമില്ല. പക്ഷെ ഇവർ പറഞ്ഞിങ്ങനെ ഈ അപ്പനെയൊക്കെ പിരികേറ്റും. അതായത് ഇലക്ഷന് തോന്നിയോടനാണ് അവിടുത്തെ പ്രധാന കക്ഷി, തോന്നിയോടൻ മത്സരിക്കുന്നില്ല, അപ്പൊ എതിര് നിൽക്കാനായിട്ട് ആരുമില്ല, എതിരില്ലാതെ തന്നെ ഇലക്റ്റഡായി പോകും. അത് വലിയൊരു പദവിയാണ്. ഇയാളുടെയാണ്, നസീറിനെയാണ് കല്യാണം നടക്കാനുണ്ട്, ഒരു പെണ്ണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിദ്യാസമ്പന്നനാണ്, നല്ല സ്വഭാവമാണ്. കൂട്ടത്തില് ഈ കല്യാണത്തിനൊക്കെ വരുമ്പോഴത്തേക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ആണെന്ന് പറയുമ്പോൾ ഒരു ആഡഡ് അട്രാക്ഷൻ ആണല്ലോ. അപ്പൊ അതിന് എന്നൊക്കെ പറഞ്ഞ് 5 പൈസ നിങ്ങൾ മുടക്കണ്ട, പ്രചരണത്തിനൊന്നും ഇതൊന്നും വേണ്ട, ഞങ്ങൾ പിരിച്ചുണ്ടായിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വെട്ടിൽ. അന്നേരം വെട്ടാണെന്ന് തോന്നുകയില്ല, പക്ഷെ ഇത് പിന്നീട് വെട്ടാണെന്ന് മനസ്സിലായി. ഇതിൽ ശങ്കരാടിയും ഇവരൊക്കെ പെട്ടുപോകും. അപ്പനും നിർബന്ധമായിട്ട് പറഞ്ഞു കഴിയുമ്പം നസീർ ഇത് സമ്മതിക്കേണ്ടി വരും. നസീർ നോമിനേഷൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ വേറൊരു രസമുള്ളത്, ഈ നസീറിനൊരു പ്രേമമുണ്ട്. ഈ പെങ്ങളെ പാട്ട് പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു അധ്യാപികയാണ് ഷീലയെ അവതരിപ്പിക്കുന്ന കഥാപാത്രം. സാറാമ്മ എന്നാണ് പേര്. ഈ സാറാമ്മയുടെ അച്ഛനായിരുന്ന നെല്ലിക്കോട് ഭാസ്കരനാണ്. ഈ പുള്ളി പണ്ട് വേല സമുദായത്തിൽപ്പെട്ടായിരുന്നു. വേല എനിക്ക് തോന്നുന്നു ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അങ്ങനെ എന്തോ ഒരു ഇതിൽ വരുന്ന ഒരു വിഭാഗം തോന്നുന്നു വേല എന്ന് പറയുന്നത്. വേല സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ഈ ഷീലയുടെ ഫാദർ. വേലൻ ആയിട്ടിരുന്ന ആള്. പുള്ളിക്ക് അവിടുന്ന് അത് പോരാ, അല്ലെങ്കിൽ അതിൽ ജാതീയപരമായിട്ടുള്ള ചില അവഗണനയോ അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നപ്പോൾ കക്ഷിക്ക് അതിൽ അത്ര സുഖം തോന്നാതെ പുള്ളി മതം മാറാൻ തീരുമാനിക്കും. അങ്ങനെ മതം മാറിയിട്ട് ക്രിസ്തു മതത്തിലേക്ക് മാറും. ഈ ക്രിസ്തു മതത്തിലേക്ക് മാറി എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്കൊരു പുതിയ അംഗീകാരം കിട്ടി, എല്ലാവരും പുള്ളിയെ അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആഗ്രഹിച്ചെങ്കിലും ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ. സമൂഹത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇവർ പുതുതായിട്ട് നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നു, കാര്യം ക്രിസ്ത്യാനി ആയി എന്നൊക്കെ പറഞ്ഞാൽ അവൻ കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം, 10 കൊല്ലം മുമ്പ് വേലനല്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവഗണന സമൂഹത്തിൽ നിന്ന് മുഴുവൻ ഇയാൾക്ക് കിട്ടാൻ തുടങ്ങി. വേലൻ ഇത് മാറി ക്രിസ്ത്യാനിയായിട്ടും മത്തായി എന്നുള്ള പേര് സ്വീകരിച്ചിട്ടും മകള് സാറാമ്മയായിട്ടും ഇയാൾക്ക് വേലൻ മത്തായി എന്നുള്ള പേരാണ് നിൽക്കുന്നത് നാട്ടിൽ. ആ വേലൻ മത്തായി പോകുന്നു എന്ന് പറഞ്ഞ് വേലൻ എന്നുള്ള രീതിയിലെ പുള്ളിയെ അഭിസംബോധന ചെയ്യുള്ളൂ. മകളാണെങ്കിൽ വേലത്തി സാറാമ്മ. അപ്പോൾ പുള്ളിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊന്ന് ഈ ചീത്തപ്പേര്, അതായത് പുള്ളിയെ സംബന്ധിച്ചുള്ള ചീത്തപ്പേരൊന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ ഈ സാറാമ്മയായിട്ട് നസീറിന്റെ ക്യാരക്ടർ പ്രണയത്തിലാണ്. ഇവര് കല്യാണം കഴിക്കാനായിട്ട് ഈ താല്പര്യമാണ്. അപ്പോൾ വേലമത്തായി, അത് നെല്ലിക്കോട് ഭാസ്കരന്റെ ക്യാരക്ടർ തീരുമാനിക്കുക. എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാണ്, വീട്ടിൽ പോയി ആലോചിക്കുക, ആൾ ക്രിസ്ത്യാനിയാണല്ലോ. അങ്ങനെ അവിടെ ചെന്നിട്ട്, അതായത് നസീറിന്റെ വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും ഇവര് സംഹാരരുദ്രയായിട്ട് ഉറഞ്ഞു തുള്ളിയത് അമ്മ പങ്കജവല്ലി നല്ല രസമുള്ള ഈ പഴയ വില്ലത്തി സ്ത്രീകളില്ലേ, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു. വളരെ രസമുള്ള ഒത്തിരി പടങ്ങളിൽ അങ്ങനെ പങ്കജവല്ലിയെ കണ്ടിട്ടുണ്ട്. പങ്കജവല്ലിയാണ്
പകുതി ഉറഞ്ഞു പുള്ളി. അങ്ങനെ ഇത് പറ്റിയാലോ വേലന്മാരെന്നാ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പണ്ട് തോമാസ് ലീഹ നേരിട്ട് വന്ന് മതം മാറ്റി അല്ലെ ക്രിസ്തുമതത്തിലേക്ക് ചേർത്താണ് ഞങ്ങളുടെ പഴയ കുടുംബത്തിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ അപമാനിച്ച്, വളരെ മോശമായ രീതിയിൽ സംസാരിച്ച് അപമാനിച്ച് വേലൻ മത്തായിയെ ഇറക്കി വിടും. അപ്പോൾ ഇയാൾക്കത് വലിയ ഷോക്കാകും. ഇത് മകളോട് പറഞ്ഞ് ഇയാൾ കരയുകയൊക്കെ ചെയ്യും. ഇയാൾക്ക് സമൂഹത്തിലൊരു സ്ഥാനവും വിലയില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവളെ സ്വാധീനിച്ചിട്ട് നസീറിനെതിരായിട്ട് നിർത്താനായിട്ട് നമ്മുടെ GK പിള്ള, അതായത് തോന്നിയേടൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആളെ പറഞ്ഞു വിട്ട് ഷീലയെ നസീറിനെതിരായിട്ട് മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പം ഒരു പെണ്ണ്, വനിത എന്നുള്ളൊരു ആഡഡ് അട്രാക്ഷൻ കിട്ടും. സുന്ദരിയാണ്, സുമുഖിയാണെന്നൊക്കെ പറയുന്ന ഒത്തിരി അധ്യാപികയാണ്, വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നത് കിട്ടും. അപ്പം ഈ അച്ഛനും തീരുമാനിക്കും, നെല്ലിക്കോടൻ തീരുമാനിക്കുക, എൻ്റെ മകൾ മത്സരിക്കട്ടെ, എനിക്ക് അങ്ങനെയെങ്കിലും സമുദായത്തിൽ നിന്ന് കിട്ടാത്ത മാന്യത സമൂഹത്തിൽ എനിക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു വാശിക്ക്. അപ്പം ഷീലയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അത് തന്നെയല്ല, ജീവന തുല്യം പ്രാണന തുല്യം സ്നേഹിക്കുന്ന നസീറിനെതിരായിട്ട് വേണം മത്സരിക്കാൻ. അവൾ സമ്മതിക്കുകയില്ല. എന്നിട്ട് അപ്പൻ ഭയങ്കരമായിട്ട് ചൂടാകും. നീ ഇത് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. പഴയ കാരണവന്മാരുടെ ഒരു വലിയ സ്റ്റൈൽ ഈ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നാള് അഗ്നിപരീക്ഷ പറഞ്ഞില്ലേ, നസീറിന്റെ ഫാദർ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും പറഞ്ഞ തോക്ക് എടുത്തുകൊണ്ട് വരുന്നത്. ഇങ്ങനെ പല പടത്തിലുണ്ട്, ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വിരട്ടി കാര്യം സാധിക്കുന്നത്. അങ്ങനെ ഇയാള് നെല്ലിക്കോട് ഭാസ്കരൻ വേലൻ മത്തായി ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഷീലയെ കൊണ്ട് സമ്മതിപ്പിച്ച് നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിക്കും. അപ്പം എതിരായിട്ട് ആരും ഇല്ല, കാശൊന്നും മുടക്കണ്ട എന്നൊക്കെ ഉള്ളൊരു ഇതിൻ്റെ പേരിൽ, അട്രാക്ഷനുകളുടെ പേരിൽ നസീർ കൊണ്ട് നോമിനേഷൻ കൊടുത്തിട്ട് തിരിയുമ്പോൾ കാണുന്നത് ഷീല നോമിനേഷൻ കൊടുക്കാൻ വരുന്ന ഞെട്ടിങ്ങിപ്പോവും. നസീർ ഒട്ടും പ്രതീക്ഷയില്ല. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ നസീർ ഞെടുങ്ങി പോവും. ഇത് പിന്നെ വാശിയാകും. അവിടുന്ന് അങ്ങോട്ട് ഈ ഇലക്ഷൻ മത്സരം ഇങ്ങനെ കൂടിക്കൂടി വന്ന് എങ്ങനെ രണ്ട് കുടുംബങ്ങൾ തകർന്നു പോകാം, തകർച്ചയുടെ പടുകുഴിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നതായിട്ടാണ് ഈ സ്ഥാനാർത്ഥി സാറാമ്മയുടെ കഥ വരുന്നത്. അതിൽ രസകരമായിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. അതുവരെ കൂടെ നിന്നേച്ച് മറ്റ് ചില ആകർഷണങ്ങളല്ല, ചില എന്താ പറയണ്ട, ചില ഇതിട്ട് കൊടുക്കുമ്പോൾ ഇര ഇട്ട് കൊടുക്കില്ല, അങ്ങനെ ഇര ഇട്ട് കൊടുക്കുമ്പോൾ അതേ കൊത്തണോ വേണ്ടോ സംശയിച്ചിട്ട് കുത്തി ആ ഭാഗത്തേക്ക് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേയേറെ കഥാപാത്രങ്ങളുണ്ട്. ഇതിലൊരു ശാസ്ത്രികളുണ്ട്, അടൂർ ഭാസി ചെയ്യുന്ന ഒരു വേഷം. ഈ പുള്ളി ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സ്. അത്തരമൊക്കെ ഞാൻ ഈ ഇതിൽ പറയുന്ന മിക്കവാറും ക്യാരക്ടേഴ്സ്, ഈ പടത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കാണുമെന്നുള്ളതാണ്. അപ്പം ഇതിൽ ഈ ചില പ്രസ്താവന എഴുതുക. അപ്പം പ്രസ്താവന എഴുതുമ്പോൾ ഞാൻ ഇന്ന പാർട്ടിക്ക് വേണ്ടിയാണ് പ്രസ്താവന എഴുതുന്നത്, മറ്റവരറിയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കും. പോസ്റ്റർ ഡിസൈൻ ചെയ്യുക, മറ്റവരറിയണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ പറയുന്ന മറ്റേ പാർട്ടി വരുമ്പോഴത്തേക്ക് ഇവരറിയണ്ട കേട്ടോ, അവരെന്നോട് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതിരുന്ന എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ടു കൂട്ടരുടെയും വർക്ക് ചെയ്ത് കൊടുത്തിട്ട് കാശ് വാങ്ങിക്കുക. ഇതിൽ ചില പാർട്ടികൾ ചിലപ്പോൾ പിശുക്കന്മാരുടെ കാശ് തരാതെ പോകും, അല്ലെങ്കിൽ പറഞ്ഞ കാശ് തരാതെ പോവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ദേഷ്യം വരും ഈ വർക്ക് ചെയ്തവർക്ക്. അങ്ങനെ ദേഷ്യം വന്നിരിക്കുന്ന ഒരാളാണ് ഈ ശാസ്ത്രികൾ. പുള്ളി പഴയ ശാസ്ത്രികൾ പരീക്ഷയൊക്കെ പാസ്സായി അത്യാവശ്യം നന്നായിട്ട് മലയാളം എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും കവിത എഴുതാനും ഒക്കെ അറിയാവുന്ന ആളാണ് അടൂർ ഭാസി കൈകാര്യം ചെയ്യുന്ന ഈ ശാസ്ത്രികൾ. പുള്ളി നസീറിന് വേണ്ടി ഒരു പ്രസ്താവനയൊക്കെ ആദ്യം തന്നെ ഇവിടെ വരുന്ന നസീറിന്റെ കൂട്ടത്തിൽ വരുന്ന ആൾ പറഞ്ഞത്, ഏതു മണ്ടനെ മഹാനാക്കാനായിട്ട് പറ്റും, ബലൂൺ വീർപ്പിക്കുന്ന പോലെ ഊതി 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 വീർപ്പിച്ച ഒറ്റ ഊത്തിനങ്ങ് വീർപ്പിച്ചാൽ മതി, ഇവരെല്ലാം ഏത് മണ്ടനെയും ഈ പ്രസ്താവനകളിലൂടെ മഹാന്മാരാക്കാൻ പറ്റും. നമ്മൾ ഈ ഇലക്ഷന്റെ പ്രസ്താവനകൾ പലതും വായിക്കുന്നതല്ലേ, എത്രയോ മണ്ടന്മാരെയും കുള്ളുകലാത്തവന്മാരെയും നല്ലവരായിട്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഇലക്ഷന്റെ സമയത്തില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം. അങ്ങനെ ഇയാള് ഈ അടൂർ ഭാസി പ്രസ്താവനയൊക്കെ എഴുതി കൊടുത്തു കഴിയുമ്പോൾ പുള്ളി ഇയാൾക്ക് വേണ്ടി പ്രചരണത്തിന് പോവുകയും ചെയ്യും. നസീറിന്റെ ചിഹ്നം കടുവയാണ്, ഷീലയുടെ ചിഹ്നം കുരുവിയാണ്. കടുവാപ്പെട്ടി, കുരുവിപ്പെട്ടി. അന്ന് മറ്റേ ഇത് വന്നിട്ടില്ല, EVM വന്നിട്ടില്ല, വോട്ടിംഗ് മെഷീൻ വന്നിട്ടില്ല. പെട്ടിയിൽ നമ്മൾ ഇത് കുത്തിയിട്ട് പെട്ടിക്കകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം കടുവാപ്പെട്ടി, കുരുവിപ്പെട്ടി എന്നും പറഞ്ഞ് അടൂർ ഭാസി ഇലക്ഷന് പോകുന്നതൊക്കെ അത് വളരെ രസമായിട്ട്, നല്ല സരസമായിട്ടും സജീവമായിട്ട് നല്ല ഇതായിട്ട് ഭംഗിയായിട്ട് എടുത്തിരിക്കുന്ന സീനുകളാണ്. കടുവാപ്പെട്ടി നമ്മുടെ പെട്ടി, കുരുവിപ്പെട്ടി കോട്ടില്ല, അങ്ങനെ പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞ് പുള്ളിക്ക് പൈസ കൂടുതൽ മറ്റേ ഭാഗത്ത് നിന്ന്, അതായത് തോന്നിയേടൻ കൊടുത്തു വിടുന്ന പൈസ കിട്ടിക്കഴിയുമ്പോൾ, ചിലപ്പോൾ സ്മോളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇയാള് മറുകണ്ഠം ചാടും. മറുകണ്ഠം ചാടിയിട്ട് അവിടെ വലിയ പ്രസംഗമാണ്. ഈ നസീറിന് ഇത് കാണുമ്പോൾ സഹിക്കുകയില്ല, ഷീലയ്ക്കും ഇത് താങ്ങാൻ പറ്റുന്നില്ല.
കാരണം ഷീല ജീവന് തുല്യം സ്നേഹിക്കുകയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം വന്നിട്ട് മത്സരം നാൾക്ക് നാൾ ഇതിന്റെ മത്സരം കടുത്ത് 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 ബദ്ധശത്രുക്കളായിട്ട് മാറിപ്പോയാലും ബദ്ധശത്രുതയിലേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ വയ്യാത്ത അത്രയും സ്നേഹം ഉണ്ടെങ്കിലും അങ്ങനത്തെ ഒരു രസമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ്. ഇയാള് ദുർഭാസി മറുകണ്ഠം ചാടിയിട്ട് കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടിക്കോട്ടില്ല, അങ്ങനെ കടുവ നസീറിനെതിരായിട്ട് പാട്ട് പാടാൻ തുടങ്ങും. അന്ന് ഈ കഥാപ്രസംഗക്കാർ ഈ ഇതുപോലത്തെ കക്ഷികൾ ഇങ്ങനെ ചപ്പളാങ്കട്ട ഞങ്ങൾ പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് വെച്ചിങ്ങനെ 2 തടി കഷ്ണം കൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണം, അതിന്റെ മണിയും കൂടെ ചെറിയ മണികൾ തൂക്കിയിട്ടുണ്ടായിരിക്കും. ഇത് വെച്ചിങ്ങനെ കുട്ടിക്കൊണ്ടാണ് ഇത് പാടുന്നത്. അങ്ങനെ പാടിയിട്ട് ഇവര് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ, കുരുവി ജയിച്ചാൽ അരിയുടെ കൂന നാടാകെ, നാട്ടിൽ വരാൻ പോകുന്ന എല്ലാം ഇങ്ങനെ ഒരിക്കലും നടക്കുകയില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതും അതിന്റെ മോഹന വാഗ്ദാനങ്ങൾ. ഇത് കേട്ട് പാവം ജനങ്ങൾ വായും പൊളിച്ച് നോക്കിയിരിക്കും. ഇതെല്ലാം ഇപ്പൊ കിട്ടും, ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്നതായിട്ടുള്ള സീനുകളൊക്കെയാണ്. തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും, തോടിന്റെ കരയിൽ വിമാനത്താവളം ഉണ്ടാക്കും, പണക്കാർക്ക് മരുഭൂമി, കൃഷിക്കാർക്ക് കൃഷിഭൂമി, കൃഷിക്കാർക്കെല്ലാം കൃഷിഭൂമി കൊടുക്കും, പണക്കാർക്ക് മരുഭൂമി കൊടുക്കും, ജിയോമാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 ഇരട്ടി, സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം 4 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങളും ഇതുമൊക്കെ ആയിട്ട് വരുന്ന ഒരു കഥയാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് വളരെ രസമായിട്ട് പോയിരിക്കുന്ന ഒരു കഥയാണ്. ഇതില് ഇവരുടെ പ്രണയ സമയത്ത് നല്ലൊരു വളരെ ശാലീനതയുള്ള നല്ല ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീനില് നസീറും ഇതും കൂടെ ഷീലയും കൂടെ ചേർന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്. മ്യൂസിക് ഗാനരചന വയലാറിൻ്റെതാണ്. പാട്ട് സംഗീതം കൊടുത്തിരിക്കുന്നത് LPR വർമ്മയാണ്. LPR വർമ്മ ട്യൂൺ ചെയ്തിരിക്കുന്ന നല്ല നല്ല രസമുള്ള പാട്ടുകൾ. അക്കര പച്ചയിലെ അഞ്ജന ചോലയിലെ ആയിരമിതളുള്ള പൂവേ, രസമുള്ളൊരു പാട്ട്. ഇതേ പാട്ട് തന്നെ ഇതിൻ്റെ ഈ കഥ പുരോഗമിക്കുമ്പോൾ ഇത് ദുഃഖത്തിന്റെ ഭാവത്തിലേക്കൊക്കെ വന്ന് ഇവർ വേറെ പിരിയേണ്ട ഒരു അവസ്ഥ പോലെയൊക്കെ വന്നു കഴിയുമ്പോൾ ഷീല പാടുന്നതായിട്ടുള്ള പാട്ട് സ്റ്റേജിൽ നിന്ന് പാടുന്നതായിട്ടാണ്. അങ്ങനെ പാടി തുടങ്ങുന്ന അക്കര പച്ചയിലെ, അങ്ങനെ പാടുന്നൊരു ദുഃഖഭാവത്തിൽ പാടുന്ന അതേ സെയിം പാട്ട് തന്നെയുണ്ട്. പിന്നെ നസീറിന്റെ പെങ്ങള്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ശോഭ എന്ന് പറയുന്ന, കാവേരി തീരത്തു നിന്നൊരു കൈനോട്ടക്കാരി രേണുക ആണ് ആ പാട്ട് പാടിക്കുന്നത്. പഴയ ഒരു ഗായികയാണ് രേണുക എന്ന് പറയുന്നത്. രേണുക നല്ലൊരു പാട്ടാണ്. പിന്നെ അക്കരപ്പച്ചയിലെ ഞാൻ പറഞ്ഞു. പിന്നെ ഷീല അവസാനം ഉള്ള ദുഃഖം താങ്ങാനാവാതെ ഒക്കെ വന്നിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. യെരുശലേമിൻ നാഥ യേശുനാഥ എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനാ ഗാനം. ദുഃഖഭാവത്തിൽ ദൈവത്തിനോട് അപേക്ഷിക്കുന്നു, ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാനായിട്ട് ഞങ്ങളെ ഈ പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് സാഹിത്യം വരുന്ന രീതിയിലുള്ളൊരു നല്ല പാട്ട്. അത് ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങളിൽ പെടുത്താവുന്ന നല്ലൊരു പാട്ടാണ്. പിന്നെ പ്രധാനമായിട്ട് വരുന്ന ഈ കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവാപ്പെട്ടിക്ക് പോയിട്ടില്ല. പിന്നെ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ തോറ്റുപോയി കടുവ പാർട്ടി തോറ്റുപോയി എന്ന് പറഞ്ഞ് നസീറിന്റെ വീടിന്റെ മുമ്പിൽ കൂടെ ഒക്കെ ഒരു കടുവയുടെ ഒരു രൂപമൊക്കെ വെച്ചുകൊണ്ട് ഇവർ കളിയാക്കിക്കൊണ്ട് വരുന്നു. അത് നമുക്ക് അത്തരം ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇലക്ഷനിൽ മത്സരിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടിയൊക്കെ വരുന്നവർക്കറിയാം. തോറ്റു കഴിയുമ്പോൾ ഈ ബാക്കിയുള്ളവരുടെ ഈ കളിയാക്കുന്ന ഒരു, നമ്മൾ വല്ലാണ്ട് മാനസികമായിട്ട് തകർന്നു പോകുന്നതാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് വളരെ രസകരമായിട്ടുള്ള, ഇതൊരു പ്രിലൂഡ് പോലെ വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഈ വില്ലന്റെ തനി സ്വഭാവം പുറത്തു വരുന്നതും ഒക്കെ ആയിട്ടുള്ള കൊലപാതകം നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകളാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇത് പറയാനുള്ള ഒരു പ്രധാന കാരണം ഈ ജാതി മതമൊക്കെ വെച്ചിട്ടുള്ള ചില കളികൾ വരുന്നുണ്ട്. ഇതിലെ അടൂർഭാസി പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു പ്രസ്താവന എഴുതുന്ന കാര്യം പറഞ്ഞത്, അതില് സുന്ദരിയും സുശീലയും സുബ്രഹ്മണ്യ കുലജാതയുമായ നമ്മുടെ സാറാമ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഇത് പറയുന്നുണ്ട്. അപ്പൊ കേട്ടിരിക്കും ഇതെന്താ സുബ്രഹ്മണ്യ കുലജാത എന്ന് ചോദിക്കുമ്പോൾ ശാസ്ത്രികളൊന്ന് ചിരിച്ചിട്ട് പുള്ളിയുടെ വിജ്ഞാനം കൂടെ വെളിപ്പെടുത്തുവാണ് അവിടെ. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ദൈവമാണ്. പരമശിവന്റെ പാർവതിയുടെ കൂടെയുള്ള മോനാണ് സുബ്രഹ്മണ്യൻ. അപ്പൊ സുബ്രഹ്മണ്യന്റെ കയ്യിൽ എപ്പോഴും ഒരു വേലുണ്ട്, അതായത് ശൂലമുണ്ട്, വേൽ കൊണ്ട് പുള്ളിയെ വേലൻ, വേലവൻ എന്നൊക്കെ പറഞ്ഞു വിളിക്കും. അങ്ങനെയൊക്കെ പുള്ളിക്ക് പേരുണ്ട്. MD രാമനാഥന്റെ ഒരു കൃതിയുണ്ടല്ലോ, വേലവനെ ഉനക്ക് വേലയെന്നവോ ചൊൽ
ഷഹാന രാഗത്തിലുള്ള ഒരു കൃതിയുണ്ട്, വേലവനെ എന്നുള്ളത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. അപ്പൊ ഈ വേലവൻ എന്നുള്ള പേരും വളരെ പ്രസിദ്ധമാണ്. അപ്പം വേലൻ മത്തായി ആയിരുന്നതുകൊണ്ട്, മത്തായിയുടെ മകള് വേലത്തി സാറാം എന്നറിയപ്പെട്ടിരുന്നതുകൊണ്ടാണ് വേലൻ സുബ്രഹ്മണ്യ കുലജാതയായ സാറാമ്മ എന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഈ ക്രിസ്ത്യാനി എന്നുള്ള മതത്തിലേക്ക് മാറിയതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്നുള്ളൊരു ഹിഡൻ മീനിങ് കൂടെ വെച്ചിട്ടാണ് ടോൾപ്പാസ് ഈ കാച്ചത്. അപ്പൊ ഈ ഇലക്ഷനിൽ ഇത്തരം കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ട് വരുന്ന ഒരു കഥയായതുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷന്റെ സമയവും കൂടെ ആയിരുന്നതുകൊണ്ടാണ് ഈ പടത്തെക്കുറിച്ച് പ്രത്യേകം ഓർക്കുന്നത്. പഞ്ചവടി പാലത്തിനൊക്കെ വളരെ മുമ്പ് തന്നെ, നേരത്തെ പറഞ്ഞല്ലോ, കാരിക്കേച്ചർ അല്ല, കാർട്ടൂൺ സ്വഭാവം ഇല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു നല്ല രാഷ്ട്രീയ ഒരു ഹാസ്യചിത്രം തന്നെ പറയാൻ പറ്റുന്നത്. ഹാസ്യചിത്രമല്ല, വളരെ രാഷ്ട്രീയ കാര്യങ്ങളെ ഹാസ്യ മനോഭാവത്തോടുകൂടി കണ്ടു ചെയ്യുന്ന വികാര നിർഭരമായിട്ടുള്ള രംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള വളരെ നല്ലൊരു സിനിമയായിരുന്നു. ഈ ഇത് ശങ്കരാടി അഭിനയിച്ചിട്ടുണ്ട്, പങ്കജവല്ലി ഞാൻ പറഞ്ഞു, പിന്നെ GK പിള്ള, മുതുകുളൻ രാഘവൻ പിള്ള, നമ്മുടെ ഇയാള് സാൻഡോ കൃഷ്ണൻ വരെ അഭിനയിച്ചിരിക്കുന്ന പടമാണ്. ഇത് യൂട്യൂബിൽ ഈ പടം തിരക്കേട്ടില്ലാത്തൊരു പ്രിന്റ് ഉണ്ട്. സൗകര്യമുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും.